ഞാൻ എൻ്റെ മൂത്ത പുത്രൻ 15 വർഷം മുമ്പേ ഇവിടെ 2ാം ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തിരുന്നു. ഇവിടെ നിന്നും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന, ഇന്നലെ ഏതോ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതുപോലെ, എനിക്കിപ്പോൾ ഞാനത് അറിഞ്ഞത് വളരെ ലേറ്റായിട്ടായിരുന്നു. എൻ്റെ മകനെ ഒരു ബുക്ക് ഒരു ദിവസം കൊണ്ടുവരാൻ വൈകിയതിന് മുഖത്തടിച്ചിട്ട് ആ മകൻ ഇവിടെ വരാതെ 11 ദിവസത്തോളം ട്രോമയിലിരുന്നിട്ട് അവൻ ഈ സ്കൂൾ മാറി തിരൂരിലുള്ളൊരു സ്കൂളിലേക്ക് പോയി മാറി ചേരുന്നുണ്ടായി. എൻ്റെ മകൻ, ആ മോന് ശേഷം പിന്നെ എൻ്റെ താഴെയുള്ള 2 മക്കളും ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സിലൊരു മോനുണ്ട്, മരിച്ചുപോയ മോളുടെ സെയിം ക്ലാസ്മേറ്റാണ് എൻ്റെ മോൻ. അതിന് താഴെ 5th എൻ്റെ മോളും പഠിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇങ്ങനെ 3 മക്കളുടെ പാരൻ്റായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് നിങ്ങളെ പ്രതിനിധീകരിച്ച് നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സ്കൂൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു നടപടിയുടെ പേരിലും ഒരു കുട്ടീനെ ഇവിടുന്ന് പിരിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച വിശ്വാസം എല്ലാവർക്കും വേണം. അതിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഇത് നമ്മുടെ കുട്ടികളുടെ സ്കൂളാണ്. ഇവര് ഏത് തരത്തിൽ എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഹരാസ്മെന്റും അതുപോലെ ഇത്തരത്തിലുള്ള നിയമ നടപടികളേറ്റ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ സാന്നിധ്യത്തിൽ ഇവിടുന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയെന്ന് പറയുന്ന സ്റ്റെല്ല ബാബു എന്ന് പറയുന്ന സിസ്റ്റർ എൻ്റെ മോനെ കൊണ്ട് ഇവിടെ ക്ലാസ് തുടങ്ങി 2ാം മാസം വെച്ച PA1 അല്ല, അതിന്റെ മുമ്പേ ക്ലാസ് ടെസ്റ്റ് നടത്തിയതിന്റെ പേരിലുണ്ടായ മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ ഞാൻ സ്വമേധയാ 8th സ്റ്റാൻഡേർഡിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സമ്മതനാണെന്ന് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ടഡ് ആയ എൻ്റെ മോനെ കൊണ്ട് എൻ്റെ സ്ഥാനത്തിൽ എഴുതി വാങ്ങിച്ച മാനേജ്മെന്റാണ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെല്ല ബാബു മിസ്. ഇതനുഭവിക്കുന്നവരാണ് ഞാൻ. മാർക്കുകൾ കുറവുണ്ടാകും, അതിന് ഇങ്ങനെ വേർതിരിച്ച് ഇപ്പോ ഈ മരിച്ച മോളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസാ പെൺകുട്ടികളുള്ളത് നിങ്ങൾക്കറിയോ? 5 or 6 പേര്, 5 or 4 പേരുള്ളത്. എല്ലാ ക്ലാസ്സിലും മിക്സ് എങ്ങനെ ഇരിക്കുന്നത്? 50-50 ഏതാണ്ടുണ്ട് ക്രൗഡ്. ഈ കുട്ടി മെന്റൽ ഹറാസ്മെന്റ് അനുഭവിക്കാതിരിക്കോ? അപ്പോ മൊത്തത്തില് ഒരു പോസ്റ്റ്മോർട്ടത്തിന് തയ്യാറല്ല. എന്നാലും ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വന്ന് നിൽക്കുന്ന ആളുകളെടുത്ത് ബോധ്യപ്പെടുത്താൻ ഉള്ള ഒരു അലേർട്ട് ചെയ്യാൻ എന്താണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷം ആരംഭിച്ചിട്ട് ഇവര് ഒരു PTA വിളിച്ചു. എന്നാ വിളിച്ചതെന്ന് അറിയോ? ലാസ്റ്റ് സാറ്റർഡേ ആഫ്റ്റർനൂൺ ഇവര് ഒരു ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തു. ലാസ്റ്റ് സാറ്റർഡേ അല്ല, സാറ്റർഡേ ആണ് ഇവർ അനൗൺസ് ചെയ്തത് ഗ്രൂപ്പില്, ഉച്ചയ്ക്ക് ശേഷം. എന്നാണ് ഡേറ്റ്? എന്നാ? തൊട്ട് പിറ്റത്തെ ദിവസം സൺഡേ. ഞാൻ പറയുന്ന ഈ 15 വർഷത്തെ എൻ്റെ ലൈഫില് ഈ സ്കൂളില് ഒരു PTA സൺഡേ വിളിച്ചതായിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇവർക്ക് സൗകര്യമുള്ള കുറച്ച് ഉപജാപക വ്യക്തികളും ആളുകളുമായിട്ടുള്ള സൗകര്യത്തിന് PTA വിളിക്കുക. ഒരു പാരന്റിന് ഇവിടെ സംസാരിക്കാനുള്ള യാതൊരു സ്വാതന്ത്ര്യമില്ല. ഞാൻ എൻ്റെ ഇപ്പൊ താഴെ ഇവിടെ പഠിക്കുന്ന 2 മക്കളെ, മൂത്ത മകനൊഴിച്ച് ഇപ്പൊ പഠിക്കുന്ന 2 മക്കളെയും ചേർത്തിട്ട് 1.5 വർഷം കഴിഞ്ഞു. 8ാം ക്ലാസ്സിലേക്ക് ഇപ്പൊ ഇവിടെയുള്ള മോനും 4ാം ക്ലാസ്സിലേക്ക് എൻ്റെ മോള് വന്ന് കഴിഞ്ഞ വർഷം പ്രൊമോട്ടഡ് ആയിട്ട് 5 times ഞാൻ ഈ സ്കൂളിൽ വന്നിട്ടുണ്ട്. ഇവിടെ അബ്രോഡ് ആണോന്ന് അറിയില്ല, ഔട്ട് ഓഫ് കേരള ആണോന്ന് അറിയില്ല. ഒരു 5 തവണയെങ്കിലും ഞാൻ എൻ്റെ സമയം മെനക്കെടുത്തി വന്നിട്ട് എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പൽ മാഡത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കല്ല അഭിപ്രായം? ശരിയല്ലേ? കാണാൻ കിട്ടാത്ത ഒരു വസ്തുവാണ് ഇവിടുത്തെ വസ്തു എന്ന് പറയുന്നത്. ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഒരു വസ്തു ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ. ഇതാണ് ആസ് എ പാരന്റ് എൻ്റെ അനുഭവം.